السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. മത്സര പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി ട്രാൻസ്ലേഷൻ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരിക, ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മെത്തേഡായിരിക്കും നമ്മളൊന്ന് നോക്കുക. ചിലപ്പോൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കാണാവുന്നതാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മൾ നേരെ ചർച്ചയിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയാണ് വേണ്ടത്. കർഫ്യൂ മീനിങ്, കർഫ്യൂ എന്നതിൻ്റെ മീനിങ് എന്താണ് താഴെ കൊടുത്ത വഴി. നമ്മുടെ സെഷനിലുള്ള എല്ലാവരും ഉത്തരം കമൻ്റ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അധിക പേരും ഓപ്ഷൻ ഡി ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേർക്ക് എല്ലാത്തവയും ഉണ്ട്. നമുക്ക് ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഹളറു തജവുൽ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. കർഫ്യൂ എന്നതിന് നമുക്കറിയാം, അതിൻ്റെ മീനിങ്, ഇംഗ്ലീഷിലുള്ള മീനിങ് അറിയാം. അതായത് ആപൽഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് യുദ്ധവേളകളിലോ അല്ലെങ്കിൽ അത്തരം ആപൽഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പരസ്പരം കൂട്ടം കൂടുന്നതും അങ്ങനെ ഒക്കെ തടയുന്ന ഒരു നിയമമാണ്. ആളുകൾ കൂട്ടം കൂടുന്നതും മറ്റൊക്കെ പുറത്തിറങ്ങുന്നതൊക്കെയും തടയുന്ന ഒരു നിയമമാണ് ഈ കർഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഓരോ ഓപ്ഷൻസും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻവീർ ഉഷാരിയ എന്ന് പറയുന്നൊരു ടേം ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തൻവീർ പറഞ്ഞാൽ ദീപ്തമാക്കുക, പ്രകാശിപ്പിക്കുക എന്നാണ്. ഷാരി എന്ന് പറഞ്ഞാൽ റോഡ്, സ്ട്രീറ്റ്. സ്ട്രീറ്റ് പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും കർഫ്യൂ എന്നതിൻ്റെ മീനിങ് ആവില്ല. ഇത്തുലാഖുന്നാർ എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ആണ്, വെടിയുതിർക്കുക എന്നതാണ് ഇത്തുലാഖുന്നാർ. അതുലഖന്നാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുതിർത്തു എന്നാണ്, ഫയറിംഗ് ആണ്. ഫയറിംഗ് ഒരിക്കലും കർഫ്യൂ അല്ല. ഹിസ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീജാണ്, അല്ലെങ്കിൽ പിന്നെ ഉപരോധം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഹിസ്വാർ, മുഹാസ്വറ എന്നൊക്കെ പറയാറുണ്ട്. സീജ് അതുമല്ല. ഹലറു തജവുൽ എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഹലർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മഹ്ലൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലർ മാന, ഹലറ മാന മന, വിമാന മന. ഹലറ തടയുക. മഹ്ലൂറാത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, തടയപ്പെട്ട, വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹലറു തജവുൽ, തജവുൽ എന്ന് പറഞ്ഞാൽ എന്താ? തജവുൽ എന്ന് പറഞ്ഞാൽ റോട്ടിൽ ഇറങ്ങുക, അങ്ങനെ കറങ്ങി അടക്കുക എന്നുള്ള അർത്ഥം. തജവല എന്ന് പറഞ്ഞാൽ കറങ്ങി അടന്നു എന്നുള്ള അർത്ഥം. അപ്പൊ തജവുലിനെ ഹലർ ചെയ്യുക, പുറത്തിറങ്ങി നടക്കുന്നതിനെ ഹലർ ചെയ്യുക, അതാണല്ലോ കർഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ്. ഇപ്പൊ നെറ്റൊന്നും അല്ലാത്ത സാധാരണ മത്സര പരീക്ഷകൾക്കൊക്കെ അത്ര വളരെ കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ പോലും ഇപ്പോൾ മത്സരാർത്ഥികളുടെ കോമ്പറ്റീഷൻ ഇങ്ങനെ കടുത്തു വരുന്നതിനനുസരിച്ചുകൊണ്ട് ചെറിയ കടുപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. എന്നാൽ പോലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാ മഅന ഫുനൂൻ, സോറി ആണ് ക്വസ്റ്റ്യൻ. മാ മഅന ഫുനൂൻ. ഓക്കെ, ഗുഡ്, എല്ലാവരും വളരെ ഉഷാറാണ്. ഫുനൂൻ എന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്സ് എന്നുള്ളതാണ്. ഈ ആർട്സ് എന്നുള്ളത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ ജമ്മായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. ആർട്സിനെ പറയാൻ പറ്റുള്ളൂ. ആർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്നുണ്ട്. അതിന് മുഫ്രദാക്കുന്ന സമയത്ത്, ഫന്നനാക്കുന്ന സമയത്ത് ഒരുപക്ഷെ അർത്ഥം മാറും, ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച്. ഫുനൂൻ എന്ന് തന്നെയാണ് അതിന് പറയുക. ചില പദങ്ങൾ അങ്ങനെ ഉണ്ട്, ജമ്മിലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചില പദങ്ങൾ മുഫ്രദ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയാം, മീഡിയ എന്നുള്ളത് ഒരിക്കലും മീഡിയാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, വളരെ തെറ്റാണല്ലോ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ പിന്നെ ഡാറ്റയൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയാൻ ഡാറ്റാസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ തെറ്റാണത്, ഡാറ്റ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ പല പദങ്ങളും സിംഗുലർ ആയിട്ട് മാത്രം ഉപയോഗിക്കപ്പെടുന്നുണ്ട്,
പ്ലൂറലായിട്ട് മാത്രം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അങ്ങനെയുണ്ട്. ഓക്കെ. അപ്പൊ ആഡ്സ് എന്നുള്ള വിക്ടിംസ് എന്നൊരിക്കലും ആവാൻ പറ്റില്ല. വിക്ടിംസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇരകൾ അല്ലെ. ലഹയ്യത്ത്, ലഹായ എന്നൊക്കെ പറയും, അതൊരിക്കലും ഇവിടെ ചേരില്ല. എക്സിബിഷൻ, എക്സിബിഷൻ മഅറളാണ്, അതൊരിക്കലും മഅറളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. മഅറൾ, എക്സിബിഷൻ. ഡ്രോയിങ്സ് ഒരിക്കലും അല്ല, റുസൂമാത്തൊക്കെ ആയിരിക്കും. ഇതിൽ ആർട്സ് മാത്രമാണ് അതിൽ പറ്റുന്നത്. നമുക്ക് കുല്ലിയത്തുൽ ഫുനൂൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ആർട്സ് കോളേജ് എന്നൊക്കെ അല്ലെ. നെക്സ്റ്റ് നോക്കാം. കലിമ മുആദില ലി അൽ മുതഫവ്വിഖ്. കലിമ മുആദില ലി അൽ മുതഫവ്വിഖ്. അൽ മുതഫവ്വിഖ് എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഈക്വലന്റ് ആയിട്ടുള്ള വേർഡ് എന്താണ്? ഓക്കെ, എല്ലാവരും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ എ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വേർഡ്. ഇവിടെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ ഗ്രേഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഗ്രേഡ് കാണാം. അവിടെ അധികവും നമ്മുടെ സർട്ടിഫിക്കറ്റിലും മറ്റൊക്കെ കാണാറുള്ളത് മുംതാസ് എന്നുള്ളതായിരിക്കും അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളതിന് പലപ്പോഴും മുംതാസ് എന്നുള്ളതായിരിക്കും കാണുക. അൽ മുതഫവ്വിഖ് എന്നുള്ളതും കാണാറുണ്ട്. രണ്ടും അതിന് പറ്റുന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ രണ്ട് വേർഡും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. തഫവ്വഖ എന്ന് പറഞ്ഞാൽ എന്താ? തഫവ്വഖ പറഞ്ഞാൽ മികവ് കാണിച്ചു അല്ലേ, മികവുള്ളവനായി. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അൽ മുതഫവ്വിഖ് അതാണ്. സ്മാർട്ട് ഫോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒരാൾ സ്മാർട്ട് ആവാന്ന് പറഞ്ഞത് അർത്ഥം. സ്മാർട്ടിന് ദക്കി എന്ന് പറയും അല്ലേ. അൽ ഹാത്തിഫ് ദക്കി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. സ്മാർട്ട് എന്നുള്ളതിന് ദക്കി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മുതഫവ്വിഖ് എന്നുള്ളതിന് സ്മാർട്ട് എന്ന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ട്രിം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറക്കണേനൊക്കെ ട്രിം ചെയ്യാന്ന് പറയും, ട്രിമ്മർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് തഖലീസ്ന്നോ തഖലീം എന്നൊക്കെയാണ് പറയാറുള്ളത്. അതിവിടെ ഒരിക്കലും യോജിക്കണില്ല. പിന്നെ തഷ്ദീബ് ഒക്കെയും ട്രിം ചെയ്യുന്നതിന് തഷ്ദീബ് എന്ന് സാധാരണ പറയാറുണ്ട്. തഷ്ദീബ് ദാല് സാധാരണ അത് ഉപയോഗിക്കാറുണ്ട് ട്രിം എന്നുള്ളതിന്. പിന്നെ നീറ്റ് എന്നുള്ളതിനോ നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ കേട്ടില്ലേ. നദീഫ് അല്ലെ, നദീഫ് എന്നൊക്കെ പറയാറുണ്ട്. മുറത്തബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നീറ്റ് എന്നുള്ളതിന് മുറത്തബ് എന്നൊക്കെ വേണം. ഏതായിരുന്നാലും അതൊന്നും ഇവിടെ യോജിക്കില്ല. അൽ മുതഫവ്വിഖ് എന്നുള്ളത് മാത്രമേ ഇവിടെ യോജിക്കുകയുള്ളൂ. നമുക്ക് ഈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആൻസറിലായി കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ആൻസർ നമുക്ക് കൃത്യമായിട്ടും ഉറപ്പുണ്ടെങ്കിൽ കൂടി നമ്മൾ നിർബന്ധമായിട്ടും മത്സര പരീക്ഷ നേരിടുന്ന എല്ലാവരോടുമായിട്ടുള്ള ഒരു അപേക്ഷയാണ്, നമുക്കൊരു ഒരുപക്ഷെ ഉറപ്പുണ്ടാവും ഇതന്നെയാണ്, എന്നാൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെയും വായിക്കണം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കാതെ ഒരിക്കലും നമ്മൾ ഒരു ഉത്തരവും ചൂസ് ചെയ്യരുത്. ചിലപ്പോ അൻസബ് എന്നൊക്കെ ആയിരിക്കും, പിന്നെ അൻസബായിട്ടുള്ള കലിമത്ത് അല്ലെങ്കിൽ തർജ്ജമ ഏതാ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോ എല്ലാ ഓപ്ഷൻസും നോക്കണം, എന്നിട്ട് മറ്റുള്ളതൊക്കെയും പറ്റൂല എന്നുള്ളത് ഉറപ്പിക്കണം. അതൊന്നും ചെയ്യണല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇബാറ തുഖാബിലു ലിഫാസ്റ്റ് ഫുഡ്. ഇബാറത്തുൻ തുഖാബിലു ലിഫാസ്റ്റ് ഫുഡ്. ഓക്കെ, ഉത്തരം നോക്കാം. എല്ലാവരും ഓപ്ഷൻ ബി തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. വജബ സരിഅ എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡ് എന്നതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. വജബ സരിഅ ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിലും മറ്റൊക്കെ നമ്മൾ തന്നെ ഒരുപാട് പഠിപ്പിച്ച സാധനങ്ങളായിരിക്കും. നിങ്ങളൊക്കെ തന്നെയും ഒരുപാട് പഠിപ്പിച്ച സാധനങ്ങളൊക്കെ. വജബ സരിഅ എന്നുള്ളത് തന്നെയാണ് വജബാത്ത് അല്ലെ, മീൽസ്. വജബാത്ത് സരിഅ, വജബ സരിഅ എന്നുള്ളത് മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും ഇസ്തിഖ്ദാമിൽ ഇല്ലാത്ത പദങ്ങളാണ്. ഖിദാഉൻ സരിഅ എന്നൊന്നും ഒരിക്കലും പറയാറില്ല. ഖിദാഇൻ ന്യൂട്രീഷൻ ഫുഡ് എന്നൊക്കെ പറയാം, പക്ഷെ അങ്ങനെ ഒരു ഇസ്തിഖ്ദാം ഇല്ല. വജബ ഫാജിയ എന്നൊരിക്കലും പറയാറില്ല. ഖിദാഉ മുഫാജക്ക്
കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ആകെ പറയുന്ന മുസ്തഖദമായിരിക്കുന്ന ലോകത്തിൽ വജബ സരിഅ എന്ന് മാത്രമേ പറയാറൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അൽ കലിമ അൽ മുആദില ഫിൽ ഇൻജിലിസിയ ലി അത്തഅല്ലും അൽ ഇഫ്തിറാദി. അത്തഅല്ലും അൽ ഇഫ്തിറാദി എന്നതിന് എന്താണ് ഈക്വലന്റ് ആയിട്ടുള്ള വേർഡ്? എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ സംശയമുള്ളതാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് പ്രതികരണം അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള ഉത്തരം അത് തന്നെയാണ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എയുമാണ്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പറ്റിക്കാൻ ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിലൊന്നും നമ്മൾ പറ്റിപ്പോകരുത്. അത്തഅല്ലും അൽ ഇഫ്തിറാദി എന്നതിന് വെർച്വൽ ലേണിംഗ് എന്നുള്ളതാണ്. അൽ ഇഫ്തിറാദി എന്നുള്ളത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് ആരും ഓപ്ഷൻ എ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതിൽ എനിക്കൊരു അത്ഭുതമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ, കൊറോണ സമയത്തൊക്കെ ധാരാളം നദവ ഇഫ്തിറാദിയൊക്കെ ധാരാളം നമ്മൾ കണ്ടതായിരിക്കും, കേട്ടതായിരിക്കും, ഓർക്കുന്നുണ്ടാവും. നദവ ഇഫ്തിറാദി എന്ന് പറഞ്ഞാൽ വെർച്വൽ കോൺഫറൻസ്, വെർച്വൽ സെമിനാറിനാണ് പറയുക. അതായത് ഓൺലൈനായിട്ട്, ബൈ ഫിസിക്കൽ അല്ല, വാഖഈ അല്ല. അത്തഅല്ലും അൽ ഇഫ്തിറാദി എന്നുള്ളതിന് നേരെ മുഖാബലയിൽ വരുന്നത് അത്തഅല്ലും അൽ വാഖഈ എന്നുള്ളതാണ്. അത്തഅല്ലും അൽ വാഖഈ എന്ന് പറഞ്ഞാൽ നേരെ ക്ലാസ്സിൽ ഫിസിക്കലായിട്ട് നമ്മൾ പ്രസന്റ് ആയിട്ട്, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഫിസിക്കലായിട്ട് പ്രസന്റ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിനാണ് അത്തഅല്ലും അൽ വാഖഈ എന്ന് പറയാം. അതേസമയം അത്തഅല്ലും അൽ ഇഫ്തിറാദി എന്നാണ് വെർച്വൽ ലേണിംഗ് എന്നതിന് പറയുക. അതായത് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന, ഓൺലൈൻ പഠനം, അതിനാണ് അത്തഅല്ലും അൽ ഇഫ്തിറാദി എന്ന് പറയുന്നത്. അൽ ഇഫ്തിറാദി എന്നതിന് വെർച്വൽ എന്നാണ് ട്രാൻസ്ലേഷൻ. കമ്പൾസറി എന്നൊരിക്കലുമല്ല, ഫർദായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓപ്ഷണൽ അല്ല, ടെക്നിക്കൽ അല്ല, ഒന്നുമല്ല. ഓക്കെ, ഗോട്ട് ഇറ്റ് ക്ലിയർ? ഓപ്ഷനിലുള്ള ബാക്കിയുള്ളതിന്റെ അറബിക്കും കൂടി ഒന്ന് പറയൂ. ഓക്കെ, കമ്പൾസറി ലേണിംഗ് പിന്നെ ഇതിലും പിന്നെ ടേം ആയിരിക്കണമെന്നില്ല. ഈ വെർച്വൽ ലേണിംഗ് എന്നുള്ളതൊരു ടേമാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ ഓപ്ഷൻ തയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. അതിൽ ഈ കമ്പൾസറി എഡ്യൂക്കേഷൻ എന്ന് സാധാരണ പറയാറുണ്ട്. കമ്പൾസറി ലേണിംഗ് എന്നുള്ളത് അങ്ങനെ പറയാറില്ല. കമ്പൾസറി എഡ്യൂക്കേഷൻ എന്നുള്ളതിന് നമ്മൾ അത്തഅലീം അൽ ഇജ്ബാരി അല്ലെങ്കിൽ അത്തഅലീം അൽ ഇൽസാമി എന്നൊക്കെയാണ് പറയുന്നത്. കമ്പൾസറി എഡ്യൂക്കേഷൻ ആണുള്ളത്. ലേണിംഗ് എന്നുള്ളത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലേണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തഅല്ലും അൽ ഇജ്ബാരി എന്നാണ്. കമ്പൾസറി എന്നുള്ളതിന് അൽ ഇജ്ബാരി എന്നാണ് പറയുക. പിന്നെ ഓപ്ഷണൽ എന്നുള്ളതിന് അൽ ഇഖ്തിയാരി. അതൊരു ടേം ആയിട്ടുണ്ടോ ലേണിംഗ് പ്രോസസ്സിൽ, ഇങ്ങനെ ടേം ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത്തഅല്ലും അൽ ഇഖ്തിയാരി എന്നാണ് ട്രാൻസ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവേണ്ടത്. ടെക്നിക്കൽ എന്നുള്ളതിന് അത്തഅല്ലും ടെക്നോളജി എന്നാണ് വേണ്ടത്. അല്ലെങ്കിൽ അത്തക്നീക്കി എന്നും പറയാം. അത്തക്നീക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെഡിയാവും. അത്തക്നീക്കി എന്നുള്ളതാണെന്നും കൂടി നല്ലത്, അതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഈ ഓപ്ഷൻസിലുള്ള എല്ലാം തന്നെ ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുള്ള പദമായിട്ട് പിന്നെ ധരിക്കേണ്ടതില്ല. ചിലതൊക്കെ ഓപ്ഷൻ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. ദെൻ നെക്സ്റ്റ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഓക്കെ, ഓപ്ഷൻ നോക്കാം, ശരി ഉത്തരം നോക്കാം. അധിക പേരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ബി എന്നാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അദ്ദക്കാഉൽ ലുഗവി എന്നാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിന് പറയുക. അദ്ദക്കാഉൽ റിയാദി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. റിയാദിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദക്കാഉൽ റിയാദി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. അദ്ദക്കാഉൽ ലുഗവി ആണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അദ്ദക്കാഉൽ മൂസീഖി, മ്യൂസിക്കൽ ഇന്റലിജൻസ്, ടേം ഉണ്ടോയെന്ന് അറിയില്ല. അദ്ദക്കാഉൽ മുതഅദ്ദിദ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. അതെന്തായാലും ഓർത്തിരിക്കണം. അദ്ദക്കാഉൽ മുതഅദ്ദിദ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പലപ്പോഴും ഭാഷാ വ്യവഹാരങ്ങളിൽ വരുന്ന ഒരു പദമാണ്, അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം. അദ്ദക്കാഉൽ മുതഅദ്ദിദ്. ഓക്കെ, അടുത്ത് നോക്കാം അല്ലേ. എന്താ സംശയം ഉണ്ടെങ്കിൽ അപ്പം പറയാൻ ശ്രമിക്കണം. ഇതിൽ ശരിയായിട്ടുള്ളതിനെ
ശരിയായിട്ടുള്ള ജോഡിയെ കണ്ടെത്തുക. നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എല്ലാവരും അത് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അൽ മഹാറ എന്നതിന് സ്കിൽ എന്ന് തന്നെയാണ് പറയുക. അൽ മഹാറ സ്കിൽ, മഹാറാത്ത് സ്കിൽസ്. തഷ്ഖീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേഴ്സണാലിറ്റി അല്ല. പേഴ്സണാലിറ്റിക്ക് ഷഹ്സിയ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹുവിയ എന്ന് പറയാം. ഹുവിയ എന്നൊക്കെ തന്നെ ഷഹ്സിയ എന്ന് ഉപയോഗിക്കാറുണ്ട്, രണ്ടും ഉപയോഗിക്കാറുണ്ട്. അതേസമയം തഷ്ഖീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തഷ്ഖീസിന് എന്താ പറയാറുള്ളത്? ഡയഗ്നോസ് കറക്റ്റ്. ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് തഷ്ഖീസ് എന്ന് പറയുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന എന്തും ആകട്ടെ, എന്ത് ഡയഗ്നോസ് ചെയ്യുന്നതിനും തഷ്ഖീസ് എന്ന് പറയും. അൽ വഹദ എന്ന് പറഞ്ഞാൽ വൺ എന്നാണോ? അങ്ങനെ അർത്ഥമേ അൽ വഹദത്തിനില്ല അല്ലേ? യൂണിറ്റി. ഓക്കെ, യൂണിറ്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വാഹിദാണ് വൺ. അൽ മുഹാദത്ത മോഡേണിറ്റി ആണോ? ഓക്കെ, മുഹാദത്ത് ഒരിക്കലും മോഡേണിറ്റി അല്ല. മുഹാദത്തക്ക് കൂടുതലായിട്ട് നമ്മൾ ഡയലോഗ് എന്നുള്ള ട്രാൻസ്ലേഷനാണ് കൊടുക്കാറുള്ളത്. ഡിസ്കോസ് ഒന്നും പാഠപുസ്തകത്തിലൊക്കെ നേരത്തെ കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ ഒരിക്കലും മുഹാദത്തക്ക് ഡിസ്കോസ് ഒന്നും കൊടുക്കാറില്ല. ആ ഒരു ടൈം അവർ മാറ്റിയിട്ടുണ്ട്, അത്ര സുഖകരമല്ലാത്തതുകൊണ്ട്. ഏതായിരുന്നാലും മോഡേണിറ്റി എന്നതിന് ഹദാസ എന്നാണ് പറയാറുള്ളത്. മോഡേണിറ്റി എന്നുള്ളതിന് ഹദാസ എന്നാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹദാസ. മുഹാദത്തൊക്കെ ഡയലോഗ് എന്നൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഡിസ്കോസ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ ഡിസ്കോസിന്റെ ഖിത്താബ് എന്നാണ് പറയുക. അതാണ് പുതിയ ഇനി പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടാവുക. ഓക്കെ. അൽ കലിമ അൽ മുആദില ലി ഇക്തിസാബുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ എന്നതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്താണ്? ഇക്തിസാബുൽ ലുഗ. ഓക്കെ, ഇപ്പൊ നമുക്ക് കറക്റ്റ് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. ലാംഗ്വേജ് അക്വിസിഷൻ. ഇക്തിസാബ് പറഞ്ഞ അക്വിസിഷൻ ആണ്, ആർജിക്കുക. ഇക്തിസാബുൽ ലുഗ പറഞ്ഞ ഭാഷ ആർജിച്ചെടുക്കുക ആണല്ലോ അർത്ഥം. ലാംഗ്വേജ് അക്വിസിഷൻ എന്നുള്ളതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ലാംഗ്വേജ് എബിലിറ്റി അല്ല, ലാംഗ്വേജ് ലേണിംഗ് അല്ല, ലാംഗ്വേജ് സ്കില്ലല്ല, ലാംഗ്വേജ് അക്വിസിഷൻ മാത്രമേ അവിടെ ശരിയാവുകയുള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം അല്ലേ. അൽ കലിമ അൽ മുആദില ലിസ്തിലാഹി കൊളാബറേറ്റീവ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ് ടീച്ചിങ് പെഡഗോജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്നതിന് എന്താണ് പറയുക? ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി തന്നെയാണ് അതിന്റെ കറക്റ്റ്. കുറച്ച് പേര് ഓപ്ഷൻ എ ചൂസ് ചെയ്തിട്ടുണ്ടല്ലേ. അദ്ദിറാസ അത്തആവുനിയ, ഇതൊക്കെയും PYQ കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കേട്ടറ്റ് 2023 ഡിസംബർ ചോദിച്ച ചോദ്യമാണ്. കോപ്പറേറ്റീവ് അല്ലേ? കോപ്പറേറ്റീവ് ആണോ? കൊളാബറേറ്റീവ് കൊടുത്തിൽ തെറ്റുണ്ടല്ലേ? അങ്ങനെയാണ് പഠിച്ചത്. അതെ, പക്ഷെ താവുനിയ കൊളാബറേറ്റീവ് എന്നതിന് താവുനിയാണ് കാണുന്നത്. കൊളാബറേറ്റീവ് എന്നതിനും താവുനി തന്നെയാണ് കാണുന്നത്. ഇനി നമുക്കത് ഒന്നുകൂടി നോക്കാം. നമ്മള് റിവേഴ്സലൊക്കെ നോക്കുന്ന സമയത്ത് കൊളാബറേറ്റീവ് എന്നുള്ളതിന് താവുനിയാണ് കാണുന്നത്. സാറേ അതല്ല, ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആണ്. തഷാറുഖി താവുനി രണ്ട് വന്നിട്ട് LPക്ക് ഡിലീറ്റ് ചെയ്ത് പോയതാ. ആണല്ലേ? ഓക്കെ. ഈ തഷാറുഖി ആണെന്നുള്ളത് എങ്ങനെ കിട്ടിയതാണ്? തഷാറുഖിയാണ് നമ്മളെ പെഡഗോഗിയില് കൊളാബറേറ്റിങ്ങിന് തഷാറുഖിന്ന് ഉപയോഗിച്ചേ. ആണോ? താവുനി കോപ്പറേറ്റീവ് ആണ് അങ്ങനെയുള്ളത് അല്ലേ? ആയിക്കോട്ടെ, അത് ആയിക്കോട്ടെ. ഖിലാഫുള്ള വിഷയമാണ്. ഏതായാലും നമുക്ക് ഒഴിവാക്കാം. നേരത്തെ ഇവർ ഒഴിവാക്കിയതാണല്ലോ അല്ലേ? ശരിയാ, PSCക്ക് അല്ല കേട്ടറ്റിന് ചാലഞ്ച് ചെയ്യപ്പെട്ടതാണ് അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. അൽ കലിമ അൽ മുആദില ലി അൽ മുഹാദസ. ഓക്കെ, ഉത്തരം എല്ലാവരും B ആണ്. കുറച്ച് പേരേ ഉണ്ട്. പാഠപുസ്തകത്തിലും മറ്റൊക്കെയും മുഹാദസ ഉപയോഗിക്കാറുണ്ട്. ഡിസ്കോസ് എന്ന മീനിങ്ങിനാണ്
ഇതുവരേക്കും മുഹാദസ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഇത് പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്കോസ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇവന്റ് ഏതായാലുമല്ല, ഇൻസിഡന്റും ഒന്നുമല്ല. അതേസമയം ഡയലോഗിന് സാധ്യത ഇല്ലായ്മയില്ല. ഡയലോഗ് എന്ന് പറഞ്ഞാൽ 2 പേര് സംസാരിക്കുന്ന സംസാരത്തിനാണ് ഡയലോഗ് എന്ന് പറയുന്നത്. മോണോലോഗ് ഒരാൾ മാത്രം സംസാരിക്കുന്നത്, ഡയലോഗ് എന്ന് പറയുന്നത് 2 ആൾക്കാർ സംസാരിക്കുന്നത്. 2 ആൾ സംസാരിക്കുന്ന സംസാരത്തിന് മുഹാദസ എന്ന് പറഞ്ഞുകൊണ്ട് വിരോധമില്ല എന്നാണ് എൻ്റെ വീക്ഷണം. അതേസമയം പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ മുഹാദസ എന്ന് കൊടുക്കുന്ന ഡിസ്കോസിനാണ്. ഇപ്പൊ കഥ, കവിത, നോവൽ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ വേർതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടേമാണ് അൽ മുഹാദസ. ഇത്രയും കാലം, ഇനി അത് മാറാൻ സാധ്യതയുണ്ട്. ഏതിരുന്നാലും പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഡിസ്കോസ് എന്നതിന് അൽ മുഹാദസ എന്നതിന് ഡിസ്കോസ് എന്നുള്ള ഓപ്ഷനാണ് ശരി. അടുത്ത് നോക്കാം. അഖ്രിജ് അൽ കലിമത്തുൽ ഗരീബ മിനൽ മജ്മൂഅ. അഖ്രിജ് അൽ കലിമത്തുൽ ഗരീബ മിനൽ മജ്മൂഅ. ഇത് സെറ്റിനോ അതോ HS ഒക്കെ ഏതിനോ ഒന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഉത്തരം നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്കറിയാം ബാക്കിയൊക്കെയും യാത്രയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. അതേസമയം അസ്സബൂൻ എന്നുള്ളത്, കസ്റ്റമർ എന്നുള്ളത് യാത്രയുമായി ബന്ധപ്പെട്ട പദമല്ല. അത്തഷിറ വിസ, അത്തദ്കിറ ടിക്കറ്റ്, ബിതാഖത്തു റുക്കു ബോർഡിംഗ് പാസ്, ഇതൊക്കെയും സഫറുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ്, സഫരിയാത്തിൽപ്പെട്ടാണ്. അതേസമയം അസ്സബൂൻ എന്നുള്ളത് കസ്റ്റമറാണ്, അതൊരിക്കലും യാത്രയുമായി ബന്ധപ്പെട്ടത്. അതാണ് ഒറ്റപ്പെട്ട പദം. സബൂൻ, സബായിൻ എന്നൊക്കെ പറയാറുണ്ട്. കസ്റ്റമേഴ്സ്. ഓക്കെ. ദെൻ അടുത്തതൊരു ടേമാണ് എക്സിസ്റ്റൻഷ്യലിസം എന്നതിൻ്റെ അറബി എന്താണ്? ഓക്കെ, ഗുഡ്. ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ആണ് അധിക പേരും ചൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് കറക്റ്റ് ഉത്തരം. അൽ മദ്ഹബുൽ വുജൂദി, അതല്ലെങ്കിൽ അൽ വുജൂദിയ എന്ന് പറഞ്ഞാലും ശരിയാണ്. അൽ വുജൂദിയ എന്നാണ് കൂടുതലും നിങ്ങൾ കാണാൻ സാധ്യതയുള്ളത്. രണ്ടും ഒന്ന് തന്നെയാണ്. അൽ മദ്ഹബുൽ വുജൂദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൽ വുജൂദിയ എന്ന് പറഞ്ഞാലും എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളതാണ്, അസ്തിത്വവാദ സിദ്ധാന്തം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. ഫിലോസഫിയിലെ വളരെ പ്രധാനപ്പെട്ട ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള വളരെ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ടൈമാണ് എക്സിസ്റ്റൻഷ്യലിസം. ആധുനിക ലിബറലിസത്തിൻ്റെയൊക്കെയും ഒക്കെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എക്സിസ്റ്റൻഷ്യലിസത്തെ കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇതിലെ ബാക്കി പദങ്ങൾ ഒക്കെ അറിയുന്നത് നല്ലതാണ്. അൽ മദ്ഹബു ത്വബീഇ എന്ന് പറഞ്ഞാൽ നേച്ചുറലിസം, അൽ മദ്ഹബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ സാൻഡിസം, അൽ മദ്ഹബുൽ മിതാലി എന്ന് പറഞ്ഞാൽ ഐഡിയലിസം. ഐഡിയലിസം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ടേമാണ്. പ്ലാറ്റോയുടെ ഒക്കെ തിയറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയിലെ ടേമാണ് ഐഡിയലിസം. അൽ മദ്ഹബുൽ മിതാലി എന്നാണ് അതിന് പറയാം, അല്ലെങ്കിൽ അൽ മിസാലിയ എന്നും പറയാം. നെക്സ്റ്റ്, الترجمة الإنجليزية المتداولة للاصطلاحات മുദക്കിറത്തു തഫാഹും. മുദക്കിറത്തു തഫാഹും എന്നതിന് ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? മുദക്കിറത്തു തഫാഹും. ആൻസർ ചെയ്യുന്ന ആളുകൾ കുറഞ്ഞവരുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗുഡ്. എല്ലാവരും ഓപ്ഷൻ ബി എന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മെമ്മറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നത് തന്നെയാണ്, ഓപ്ഷൻ ബി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമ്മൾ ചുരുക്കി MOU എന്ന് പറയാറുണ്ട്. MOU എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. മെമ്മറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് കഷ്ടപ്പെടാറൊന്നുമില്ല. എല്ലാവരും MOU എന്ന് മാത്രം തന്നെയാണ് പറയാറുള്ളത്. നമ്മൾ കേൾക്കാറുണ്ട് MOU സൈൻ ചെയ്തു എന്നൊക്കെ അല്ലെ. പല യൂണിവേഴ്സിറ്റികൾ തമ്മിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിൽ ഒക്കെയും നടത്തുന്ന ഒരു പരസ്പര ധാരണയാണ് മെമ്മറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. മുദക്കിറത്തു തഫാഹും എന്നാണ് അതിന് പറയുക. മുദക്കിറ എന്ന മെമ്മറോണ്ടം, തഫാഹു എന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ. പരസ്പര ധാരണാപത്രത്തിനാണ് MOU എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്കറിയാം മത്സര പരീക്ഷകളിലൊക്കെയും കോർട്ടുമായി ബന്ധപ്പെട്ട, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളൊക്കെയും നമ്മൾ അറിഞ്ഞിരിക്കണം, ചോദിക്കപ്പെടാറുണ്ട്. അത്തരമൊരു ക്വസ്റ്റ്യൻ ആണിത്.
മഹ്കമത്തുൽ ഇസ്തിഗ്നാഫ് എന്ന് പറയുന്നത് ഏത് കോർട്ടിനാണ്? എൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി എന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് അതിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം. കോർട്ട് ഓഫ് അപ്പീൽ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. മഹ്കമത്തുൽ ഇസ്തിഗ്നാഫ് എന്നതിന് കോർട്ട് ഓഫ് അപ്പീൽ എന്നതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാറേ ബാക്കി കൂടി ഒന്ന് പറയോ? കോർട്ട് ഓഫ് സെഷൻ അതിനെ കാണുന്നത് കറക്റ്റ് ആവാൻ സാധ്യതയില്ല. ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ള കോർട്ട് ഓഫ് സെഷൻ എന്താണ്? കോർട്ട് ഓഫ് ട്രിബ്യൂണൽ, കോർട്ട് ഓഫ് ആർബിട്രേഷൻ, എന്തുണ്ട് നോക്കിയിട്ട് പറയാം. അടുത്ത അൽ മുഅ്തമർ അസ്വഹാഫി എന്നതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? അൽ മുഅ്തമർ അസ്വഹാഫി. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. പ്രസ് കോൺഫറൻസ് എന്നുള്ളതാണ്. അൽ മുഅ്തമർ എന്ന കോൺഫറൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അൽ മുഅ്തമർ അസ്വഹാഫി പ്രസ് കോൺഫറൻസ്. പിന്നെ പ്രസ് ഫ്രീഡം എല്ലാവർക്കും അറിയാം അല്ലേ? ഹുർരിയ, സ്വഹാഫിയ എന്ന് വേണമെങ്കിൽ പറയാം. പ്രസ് റിലീസ് വളരെ പ്രധാനപ്പെട്ടാണ്. ബയാൻ സ്വഹഫി എന്ന് പറയും, അല്ലെങ്കിൽ ബയാൻ സ്വഹഫി എന്ന് തന്നെയാണ് പറയാറുള്ളത്. ബയാൻ സ്വഹഫി എന്നാണ് പ്രസ് റിലീസിന് പറയാറുള്ളത്. പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിന് മഅഹദു സ്വഹാഫ എന്ന് പറയേണ്ടി വരും. ഈ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പദം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. പ്രസ് റിലീസ് ഏതായാലും ഉള്ളതാണ്, പ്രസ് ഫ്രീഡം ഉള്ളതാണ്, നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, അൽ മുഹാസിബ് അൽ ഖാനൂനി എന്നതിന് എന്താണ് പറയുക? ഈ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, നമുക്കതിന്റെ ഉത്തരം നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി മാത്രമാണ്. ബാക്കിയൊക്കെയും അൽ മുഹാസിബ് അൽ ഖാനൂൻ എന്നതിന്റെ ട്രാൻസ്ലേഷൻ അല്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CA കേൾക്കാറുണ്ട് നമ്മൾ. CA എന്നതിന് അൽ മുഹാസിബ് അൽ ഖാനൂനി എന്നാണ് പറയുക. ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇതിൽ ലീഗൽ അഡ്വൈസർ എന്നുള്ള പദം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻ എ ലീഗൽ അഡ്വൈസർ. മുസ്തഷാർ ഖാനൂനി എന്ന് പറയും. ലീഗൽ അഡ്വൈസർ എല്ലാവർക്കും ഉണ്ടാകും, ഈ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് ലീഗൽ അഡ്വൈസർ. മുസ്തഷാർ ഖാനൂനി എന്നാണ് അതിന് പറയുക. ബാക്കിയുള്ള ടേമുകളൊന്നും ഇല്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ്, യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ എന്നതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. അൽ ഇത്തിഹാദുൽ ഔറൂബി എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ എന്നതിന്റെ ട്രാൻസ്ലേഷൻ. അൽ ജംഇയ്യ അൽ ഔറൂബിയ എന്നൊരിക്കലും ഇല്ല. അങ്ങനത്തെ ഒരു ഇസ്തിഖ്ദാം എന്നല്ല, ഉപയോഗം തന്നെ ഇല്ല. അൽ ജമാഇയ്യ അൽ ഔറൂബിയ എന്നുള്ള ആ പ്രയോഗം തന്നെ തെറ്റാണ്. അൽ ജമാഇയ്യ അൽ ഔറൂബിയ എന്നൊരിക്കലും ഭാഷാപരമായിട്ട് തന്നെ പറയാൻ കഴിയില്ല. സൂറ ജമാഇയ്യ എന്നൊക്കെ പറയാറുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളതിന് സൂറ ജമാഇയ്യ എന്ന് പറയാറുണ്ട്. പക്ഷെ അൽ ജമാഇയ്യത്തുൽ ഔറൂബിയ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അൽ ഇത്തിഹാദുൽ ഔറൂബിയ ഒക്കെ യൂറോപ്യൻ യൂണിയൻ. അൽ ജാമിഅ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ജാമിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ജുമാ മസ്ജിദ്. അതായത് പള്ളികൾ പലതരമാണല്ലോ. ജുമാ നടക്കുന്ന പള്ളിയുണ്ട്. ആ ജുമാ നടക്കുന്ന ജുമാ മസ്ജിദിനാണ് അൽ ജാമിഅ എന്ന് പറയുന്നത്. അതേസമയം അൽ ജാമിഅ എന്നായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആകും. അൽ ജാമിഅ യൂണിവേഴ്സിറ്റി, അൽ ജാമിഅ ജുമാ മസ്ജിദ്, തമ്മിലുള്ള മാറ്റം. ഓക്കെ, അടുത്ത് നോക്കാം. അൽ ജാമിഉൽ ഔറൂബിയ പറഞ്ഞ സാധനമൊന്നും ഇല്ല കേട്ടോ. അതായത് യൂറോപ്യൻ ജുമാ മസ്ജിദ് എന്നൊക്കെ പറയാം, പക്ഷെ അത് എന്തല്ല, അതൊരു ടേമും കാര്യങ്ങളൊന്നും അല്ല. യൂറോപ്പിലെ ഒരു ജുമാ മസ്ജിദിന് എന്ത് പറയാം? അൽ ജാമിഉൽ ഔറൂബി എന്ന് പറയാം. ഭാഷാപരമായിട്ട് അതിന് തെറ്റൊന്നുമില്ല. അൽ മസ്ജിദുൽ ജാമിഅ അൽ ഔറൂബി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ജുമാ മസ്ജിദ് ഒരർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ഫെമിനിസം. ഓക്കെ, ഗുഡ്. ഓപ്ഷൻ ബി ആണ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത്. അധിക പേരും ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അന്നിസവിയ എന്നാണ് ഫെമിനിസം എന്നതിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് പറയുക.
അന്നിസവിയ. അന്നിസായിയ എന്ന് പറയാൻ കഴിയില്ല, കാരണം അതൊരു ട്രെൻഡല്ല. അന്നിസായിയ എന്ന് പറഞ്ഞാൽ നിസവിയത്തും നിസായിയും തമ്മിലുള്ള മാറ്റം സാധാരണ നമ്മൾ പറയാറുണ്ട്. അൽ കിതാബാത്തു നിസായിയ, പെണ്ണെഴുത്തുകൾ, പെണ്ണുങ്ങൾ എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഇതാണെങ്കിലും അന്നിസായിയ എന്ന് പറയാം. അതേസമയം നിസവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെഴുതിയാലും പെണ്ണെഴുതിയാലും പെണ്ണുമായി ബന്ധപ്പെട്ട പെണ്ണിന്റെ അവകാശങ്ങളും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതൊരു വലിയ ട്രെൻഡായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് ഫെമിനിസം എന്ന് പറയുന്നത്. ആധുനിക മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ട് ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. പ്രത്യേക ഒരു ഐഡിയോളജിയാണ്. അതിന് അന്നിസവിയ എന്നാണ് പറയുക. അൽ മർഇയ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. അൽ ജിൻസിയ ഉണ്ട്. ജിൻസിയ എന്താണ് എല്ലാവർക്കും അറിയും. അൽ ജിൻസിയ നാഷണാലിറ്റി. കറക്റ്റ്. അതിന്റെ ജിൻസിയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയും അല്ലേ. അൽ ജിൻസിയ നാഷണാലിറ്റി. ദെൻ സോഷ്യലിസം, ഇതൊക്കെ ഓരോ ഐഡിയോളജികളാണ്. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട, അതിന്റെ അറബി മനസ്സിലാക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പദങ്ങളാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഓപ്ഷൻ സി എന്നാണ്. കുറച്ച് പേര് കിട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അൽ ഇഷ്തിറാക്കിയ എന്നാണ് സോഷ്യലിസം എന്നതിന് പറയുക. സോഷ്യലിസം അൽ ഇഷ്തിറാക്കിയ, നമുക്കറിയാം അതൊരു വലിയൊരു ഐഡിയോളജിയാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വിഷയമല്ല. സോഷ്യലിസം എന്നതിൻ്റെ അറബി, ഇത് നമ്മുടെ വിഷയമാണ്. അതിന് അൽ ഇഷ്തിറാക്കിയ എന്നാണ് പറയുക. അൽ ജമാഇയ എന്നൊരിക്കലും പറയില്ല, ഒരു ഐഡിയോളജി ഒന്നുമല്ല. അൽ ജമാഇയ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഒന്നല്ല. അൽ ഇഷ്റാഖിയ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അൽ ഇജ്മാഇയ എന്നുള്ള പദം തന്നെ ഇല്ല, അങ്ങനത്തെ ഒരു ടേം തന്നെ ഇല്ല. അൽ ഇഷ്റാഖിയ അങ്ങനെയൊന്നും ഇല്ല. അൽ ഇജ്തിമാഇയ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അതിന്റെ അർത്ഥം മാറും. അൽ ഇജ്തിമാഇയ സോഷ്യോളജി എന്നുള്ളൊരു ഇതൊരു ഇൽമായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് മാറും. സോഷ്യൽ എന്നുള്ള അർത്ഥമാവൂലേ? സോഷ്യൽ ഇജ്തിമാഇ. അൽ ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഒരു മൗസൂഫ്, മൗസൂഫിന്റെ സിഫത്തായിട്ട് വരാണെങ്കിൽ സോഷ്യൽ. ഇപ്പോ അൽ ഖളായ അൽ ഇജ്തിമാഇയ, സോഷ്യൽ ഇഷ്യൂസ് എന്നാണ് പറയുക. ഓക്കെ. അൽ മുജ്തമഅ എന്ന് പറയും സൊസൈറ്റി. അൽ മുജ്തമഅത്ത്, സൊസൈറ്റീസ്. ഓക്കെ, അപ്പോ പിന്നെ ഈ മുജ്തമഉം ഇഷ്തിറാക്കിയത്തൊക്കെ തമ്മിൽ അതിന്റെ ഇഷ്തിഖാഖിൽ തന്നെ മാറ്റമുണ്ടല്ലേ. അപ്പൊ നമ്മളാ ടേം അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ എന്നുള്ള ബന്ധപ്പെട്ടുള്ള ഇജ്തിമാ എന്നുള്ള വാക്യമാണ്, പക്ഷെ അതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതെ, കറക്റ്റ്. ഇജ്തിമാഇയ വൽ ഇക്തിസാദിയ എന്ന് പറയുമ്പോൾ സാറേ സോഷ്യലിസം അല്ലേ? സോഷ്യോ ഇക്കണോമിക്കൽ. അൽ ഖളായ അൽ ഇജ്തിമാഇയ വൽ ഇഖ്തിസാദിയ എന്ന് പറയുമ്പോൾ സോഷ്യോ ഇക്കണോമിക്കൽ ഇഷ്യൂസ് എന്നാണ് പറയുക. ജമാഇയ്യക്ക് ഗ്രൂപ്പിസം എന്ന മീനിങ് ഉണ്ടോ? അങ്ങനെ ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി, ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ അല്ല, സാധനം ഗ്രൂപ്പായിട്ട് പറയണതിന് ജമാഇയ്യ എന്ന് പറയാറുണ്ടോ? അല്ല, ഇതൊക്കെയും ഒരു ഐഡിയോളജികളാണ്. ഇപ്പോൾ എക്സിസ്റ്റൻസിസം ആകട്ടെ, ഫെമിനിസം ആകട്ടെ, സോഷ്യലിസം, ഇതൊക്കെയും അറിയപ്പെടുന്ന മാറൂഫായിരിക്കുന്ന ഐഡിയോളജികളാണ്. അതേസമയം ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അല്ല, ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ഇജ്മാഇയ്യ എന്ന് പറയാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂറ ജമാഇയ്യ എന്ന് പറയാറുണ്ട്. സൂറ ജമാഇയ്യ, ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എക്സിസ്റ്റൻസിസം എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം, അൽ വുജൂദിയ്യ. അടുത്ത് നോക്കാം. ഓക്കെ, അഖ്ലാഖിയാത്ത് എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ആരുടെയും മൈക്ക് ഓണാൻ തോന്നുന്നുണ്ട്. ഋഷാന വരുന്നു, മൈക്ക് മ്യൂട്ട് ചെയ്യണം. മൈക്ക് മ്യൂട്ടാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം അധിക പേരും ബിയും സിയുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നല്ല ഉത്തരാൻ പറ്റുള്ളൂ. അപ്പോ ഭാഗ്യവശാൽ
അത് രണ്ടുമല്ല ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. എത്തിക്സ് എന്നുള്ളതിനാണ് അഖ്ലാഖിയാത്ത് എന്ന് പറയുക. അഖ്ലാഖിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് ആണ്. എത്തിക്സ് പിന്നെ നമ്മുടെ പെഡഗോജിയും മറ്റൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിനാണ് അഖ്ലാഖിയാത്ത് എന്ന് പറയുക. ക്യാരക്ടേഴ്സ് എന്നുള്ളതിന് ഒരിക്കലും അഖ്ലാഖിയാത്ത് എന്ന് ഒരിക്കലും പറയില്ല. ക്യാരക്ടേഴ്സിന് എന്താ പറയുക? ഷഖ്സിയാത്താണോ? അതെ. ക്യാരക്ടേഴ്സിന് എന്താ പറയാ? ഷഖ്സിയാത്താണോ? ഷഖ്സിയാത്ത് എന്ന് പറയാം. ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ അല്ലേ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയാറില്ലേ? പിന്നെ ഷഖ്സിയാത്ത് എന്ന് പറയാം. നമ്മൾ സാധാരണ നോവലൊക്കെ പഠിക്കുന്ന സമയത്തിൽ പ്രധാനപ്പെട്ട സാധനമാണ് ഷഖ്സിയാത്ത് പഠിക്കൽ, ക്യാരക്ടേഴ്സിനെ പഠിക്കൽ. അതിന് ഷഖ്സിയാസ് എന്ന് പറയാം. അതേസമയം ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലോ, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് പറയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് അതിനെന്താ പറയാ? നമ്മൾ ഒരു വിഷയത്തിന്റെ അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനെന്താ പറയുക? അതൊക്കെയും ചോദ്യ സാധ്യതയുള്ള വേർഡുകളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്നതിന് ഖസ്വായിസ് എന്നാണ് പറയുക. ഖസ്വായിസ് ഓർത്തിരിക്കണം. പിന്നെ ബിഹേവിയേഴ്സ് എന്നുള്ള എന്താ പറയാ? ബിഹേവിയേഴ്സ് കറക്റ്റ്. സൈക്കോളജിന് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എത്തിക്സിന്റെ മലയാളം എന്താ സാറേ? നൈതിക രീതിശാസ്ത്രം അല്ലെങ്കിൽ നൈതിക മൂല്യങ്ങൾ എന്നോ ഒക്കെ ആണ് പറയാറുള്ളത്. നൈതികത അല്ലെ? അൽ ഹദാസ എന്നതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഓക്കെ, വ്യത്യസ്തമായ ഉത്തരങ്ങളാണല്ലേ. ബിയും സിയും ആണ് ഇതിന് കൂടുതലായിട്ടും കാണുന്നത്. സി ആണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. മോഡേണിറ്റി ആണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി. ആധുനികത എന്നുള്ളത് ഇതുപോലെ ഒരു ഐഡിയോളജിയാണ്. അൽ ഹദാസ എന്നാണ് അതിന് പറയുക. മോഡേണിറ്റി, അൽ ഹദാസ. നോവൽറ്റി എന്ന് പറഞ്ഞാൽ നവ്യത അല്ലെ? അതിന് ജിദ്ദത്ത് നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലെ? ജദീദ്, ജിദ്ദത്ത്. ഇന്നോവേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു പദമാണ് അല്ലെ? എന്താ ഇന്നോവേഷൻ എന്നുള്ളതിന് എന്താ പറയാറുള്ളത്? അറിയാവുന്നതാണല്ലോ. ഇബ്തിക്കാർ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇബ്തിക്കാർ എന്നാണ് അതിന് പറയാറുള്ളത്. പോസ്റ്റ് മോഡേണിറ്റി എന്നുള്ളതിന് ഹദാസ അറിയെങ്കിൽ പോസ്റ്റ് മോഡേണിറ്റി എന്നുള്ളത് അറിയാൻ ഒരു പണിയില്ല. മാ ബഅദൽ ഹദാസ. അതിപ്പോ ഏതും അങ്ങനെ തന്നെയാണ്. ഫെമിനിസം ആകട്ടെ, കൊളോണിയലിസം ഒക്കെ പോസ്റ്റ് കൊളോണിയലിസം എന്നാണെങ്കിൽ മാ ബഅദൽ ഇസ്തിഅമാർ. പോസ്റ്റ് മോഡേണിറ്റി എന്നാകുന്ന സമയത്ത് മാ ബഅദൽ ഹദാസ. പോസ്റ്റ് ഫെമിനിസം മാ ബഅദൽ നിസവിയ്യ എന്നൊക്കെയാണ് പറയുക. മാ ബഅദ പോസ്റ്റ്. ദെൻ അവസാന ക്വസ്റ്റ്യൻ നോക്കാം. അൽ മാദിയത്തുൽ ജദലിയ. തർജമ ഇൻജിലീസിയ ലികലിമത്തി അൽ മാദിയത്തുൽ ജദലിയ. ഓക്കെ, ഉത്തരം നോക്കാം. അധിക പേരും ഓപ്ഷൻ സി ആണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ പേര് ഓപ്ഷൻ ഡി ഉണ്ട്, ഓപ്ഷൻ എ ഒക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടതായിരിക്കും. വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. കാൾ മാർക്സ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണത്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മെറ്റീരിയലിസം എന്ന് മാത്രമാണെങ്കിൽ, ഭൗതികവാദം എന്ന് മാത്രമാണെങ്കിൽ അൽ മാദിയ എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അൽ മാദിയ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദം തന്നെയാണ്. മെറ്റീരിയലിസം, ഭൗതികവാദം. മാർക്സിസം എന്നതിന് എന്താ പറയുക? ആരെങ്കിലും പറയോ? അല്ല, അത് സോഷ്യലിസം അല്ലേ. മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷുയൂഇയ്യത്ത് അല്ല, ഷുയൂഇയ്യത്ത് കമ്മ്യൂണിസം. ഷുയൂഇയ്യത്ത് കമ്മ്യൂണിസം കേട്ടോ.
മാർക്സ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ ഒരാളുടെ വ്യക്തിയുടെ പേരാണത്. ഇത് നമുക്ക് അലമല്ലേ, നമ്മൾ പിടിച്ചിട്ട് അർത്ഥം ഉണ്ടാക്കണ്ട. അപ്പൊ അൽ മാർക്സിയ എന്ന് പറഞ്ഞാൽ മതി. ആ വ്യക്തിയിലേക്ക് സാറേ അൽ മാർക്സിയ. അൽ മാർക്സിയ, മാർക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. കാൾ മാർക്സ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അയാളിലേക്ക് ചേർത്തുകൊണ്ട് അയാളുടെ തിയറികൾക്ക് പറയുന്ന പേരാണ് മാർക്സിസം എന്ന് പറയുന്നത്. അൽ മാർക്സിയ എന്ന് തന്നെയാണ് പറയുക. അതിന്റെ അർത്ഥം തിരഞ്ഞു പോണ്ട. അൽ മാർക്സിയ എന്ന് ആണ്, അത് വ്യക്തിയാണ്, വ്യക്തിയിലേക്ക് ചേർക്കപ്പെടും. പിന്നെ ഡയലക്റ്റിക്കൽ മാർക്സിസം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ അതാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ട്രാൻസ്ലേഷൻ ഏരിയയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും വതഫാഉലിക്കും വജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.